സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313ഓളം വരുന്ന സ്വഹാബത്തും ബദറിന്റെ രണാങ്കണത്തിൽ വന്ന് അടരാടി ജയിച്ച ബദർ ദിനത്തിൻ്റെ സുന്ദരമായ മുഹൂർത്തങ്ങളിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ബദർ രണാങ്കണത്തിൽ വരുന്ന രംഗങ്ങളും ഹബീബായ തങ്ങൾ ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയ കാരണങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്താണ് ബദർ? എന്താണ് ബദർ യുദ്ധത്തിന് കാരണം? ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തുള്ള ബദ്ധവൈരികൾ പറയുന്നത് മുസ്ലിമീങ്ങളെല്ലാവരും യുദ്ധക്കുതിയന്മാരെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മക്കയിൽ നിന്ന് പീഡനം സഹിക്കവയ്യാതെ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത രംഗം എല്ലാം വിട്ടെറിഞ്ഞ് മക്കയിൽ ഉണ്ടാക്കിയ സർവ്വസമ്പത്തും അവിടെ ഇട്ടിട്ട് മദീനയിലേക്ക് വന്നവരാണ് പാവപ്പെട്ട മുഹാജിരീങ്ങളായ സ്വഹാബത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വന്ന് സമാധാനത്തോടു കൂടി ജീവിക്കാൻ വരുമ്പോൾ ഈ മക്കക്കാരുണ്ടാക്കി വെച്ച മുഴുവൻ സമ്പത്ത് വീതിച്ചെടുത്ത് അത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാനും കൂട്ടരും കൂടിയിട്ട് ഷാമിലേക്ക് പോകുന്ന വഴി അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അറിയിച്ചു കൊടുക്കുന്ന നബിയെ, അബൂ സുഫിയാനും കൂട്ടവരും നമ്മുടെ സമ്പത്ത് കൊണ്ട് കച്ചവടത്തിന് പോകുന്നുണ്ട്, അതങ്ങനെ വിടരുത്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂല് 313 പരം വരുന്ന പാവങ്ങളായ സ്വഹാബത്തുമായിട്ട് അബൂ സുഫിയാനെ പിടിക്കാനാണ് യഥാർത്ഥത്തിൽ പോകുന്നത്. പക്ഷേ മക്കയിൽ ചെന്നുകൊണ്ടൊരാൾ മക്കയിലെ അബൂജഹലിനോടും കൂട്ടരോടും അബൂ സുഫിയാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദും കൂട്ടരും പുറപ്പെട്ടിട്ടുണ്ട്, വെറുതെ വിടരുത് എന്ന് പറയവേ അബൂജഹലും കൂട്ടരും അള്ളാഹുവിൻ്റെ റസൂലിനെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും കടന്നു വരികയാണ്. ആ സമയത്ത് അബൂ സുഫിയാൻ സുന്ദരമായിട്ട് തിരിച്ച് മക്കയിൽ തന്നെ എത്തുന്നുണ്ട്. കച്ചവടങ്ങളൊക്കെ മാറ്റിവെച്ച് രക്ഷപ്പെട്ട് അവർ മക്കയിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലോട്ട് പോകുന്ന രംഗവും അവിടെയാണ് ആരംഭിക്കുന്നത്. അബൂജഹലിനോട് അബൂ സുഫിയാൻ വന്ന് പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ ഇനി ബദറിലോട്ട് കടന്നു പോകരുത്, മദീനയെ ലക്ഷ്യമാക്കി നിങ്ങൾ പോകരുത്, മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ പോകരുത് അബൂജഹലെ. അബൂജഹൽ അഹങ്കാരത്തോടുകൂടി ധിക്കാരത്തോടുകൂടി വിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുന്ന റിആ അന്നാസ് എന്നാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ ബദറിൽ പോയിട്ട് കള്ളും കുടിച്ച് മദ്യപിച്ച് കൂത്താടിയിട്ടല്ലാതെ ഒരു 3 ദിവസം അവിടെ തങ്ങി ഈ ലോകം മുഴുവനും ഒന്ന് കാണിച്ചിട്ടല്ലാതെ ഞങ്ങൾ വരില്ല എന്ന് അബൂജഹൽ പറയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു വ്യക്തമായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, വഇദ് യഅദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫത്തൈൻ അന്നഹാ ലക്കും വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗക. നബിയെ, രണ്ടാൽ ഒരു സംഘത്തെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഒന്ന് അബൂ സുഫിയാന്റെ സംഘം, ഒന്ന് അബൂജഹലിന്റെ സംഘം. എന്നിട്ട് അള്ളാഹു ആഗ്രഹിക്കുന്ന ഒരു സംഘമുണ്ട്. അള്ളാഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ്ക തകൂന ലക്കും വയുഖ്തഉ ദാബിറൽ കാഫിരീൻ വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ്ക ബികലിമാതിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ്ഖിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, ഹഖ്ഖിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായി മുത്തുനബിയെയും സഹാബത്തിനെയും ക്രൂരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ബദ്ധവൈരികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അബൂജഹലിനെയും കൂട്ടരെയും പിടിക്കലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് മുശാവറ ചെയ്യുന്നുണ്ട്. സ്വഹാബത്ത് ഒന്നടങ്കം പറയുന്നു, ഇംളി യാ റസൂലല്ലാഹ്, ബദറിലേക്ക് പുറപ്പെടണം നബിയെ. അബൂജഹലും കൂട്ടരും 950 പരം വരുന്ന ആളുകളുണ്ട്. അബൂജഹലും കൂട്ടരും ഇവിടെ 313 പേര് പാവങ്ങളായ സ്വഹാബാക്കൾ. പരിശുദ്ധ റമളാൻ നോമ്പ് 16 അവർ പുറപ്പെടുന്നു. 16 രാത്രി അവർ ബദറിന്റെ രണാങ്കണത്തിൽ ബദറിന്റെ
സ്ഥലത്തെത്തുന്നു. 17 അന്ന് യുദ്ധം നടക്കുന്നു. ഹിജ്റ 2-ാം കൊല്ലം. അബൂജഹലും കൂട്ടരും ആടി തിമർത്തുകൊണ്ട് അവർ മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ് ബദറിലേക്ക്. 950 പേരുണ്ടവർ. അവർക്ക് താങ്ങും തണലുമായിട്ട് പാട്ടുപാടി ആസ്വദിപ്പിക്കാനായിട്ട് അവരുടെ കൂടെ പെണ്ണുങ്ങളും പരിവാരങ്ങളും സംഘങ്ങളുമുണ്ട്. അബൂജഹലിന്റെ കൂടെ 950 പേരുണ്ട്. 950 പേർക്ക് അവർ ഒരുക്കി വെച്ചത് 200 കുതിരകളാണ്, 700 ഒട്ടകങ്ങളാണ്. അങ്ങനെ പാരാവാരങ്ങളും പരിവാരങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നത് 2 കുതിരകളാണ്, 70 ഒട്ടകങ്ങളാണ്. അവർ ഊഴന്മാരെ സഞ്ചരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ഒട്ടകത്തെ 6 10 9 ഒട്ടകത്തെ അറുത്ത് ഓരോ സ്ഥലമെത്തുമ്പോഴും തിന്നും കുടിച്ചും തിമർത്തുമാണ് അബൂജഹലും കൂട്ടരും ബദറിലേക്ക് വരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളിലേക്ക് 313 സ്വഹാബത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ കൊച്ചു കുട്ടികളുണ്ട്. 14 വയസ്സായ. അള്ളാഹുവിന്റെ റസൂൽ കുട്ടികളെയൊക്കെ മാറ്റി നിർത്തി. ഉമർ റളിയല്ലാഹു അൻഹു ചാടി പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു 14 ശുഹദാക്കൾ ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായ 14 ശുഹദാക്കൾ ഒരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ വരും, എനിക്ക് വന്നേ പറ്റൂ. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കാല് പിടിച്ച് ബദറിന്റെ രണാങ്കണത്തിൽ ഇറങ്ങി ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ 313 വരുന്ന സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂൽ നോക്കിയപ്പോൾ പലർക്കും ചെരുപ്പില്ല, പലർക്കും അരമുണ്ടാണ്, പലരും പട്ടിണിയാണ്, പലരും മെലിഞ്ഞൊട്ടിയ ശരീരമാണ്. അള്ളാഹുവിന്റെ റസൂല് കണ്ണുനീര് വന്നുകൊണ്ട് ഹബീബായ തങ്ങൾ കൈ ആഘോഷത്തോട്ട് ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അള്ളാഹുവേ, എൻ്റെ സ്വഹാബത്തിന് അവർക്ക് ചെരുപ്പില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല, അവർക്ക് വസ്ത്രമില്ല, അവർ വിവസ്ത്രരാണ്, അവർ നഗ്നബാധരാണ്. അതുകൊണ്ട് അവരെ നീ വസ്ത്രം ധരിപ്പിക്കണം പടച്ചവനെ, അവർക്ക് നീ ചെരുപ്പ് കൊടുക്കണം പടച്ചവനെ ധരിക്കാൻ, അവർ കഴിക്കാൻ നീ ഭക്ഷണം കൊടുക്കണമേ അല്ലാ. അങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടാണ് അവർ ബദറിന്റെ രണാങ്കണത്തിലോട്ട് വന്നത്. സഹോദരങ്ങളെ, ഒരു വലിയ മഹാസംഭവം തന്നെയാണ്. ഇന്ന് ലോക മുസ്ലിമീങ്ങളായ നാം എല്ലാവരും ഇസ്ലാമിന്റെ പേരിൽ ദുനിയാവിൽ ജീവിക്കുന്നത് ബദർ ഉള്ളത് കൊണ്ടാണ്. അവർ 313 പേർ ബദറിന്റെ രണാങ്കണത്തിൽ വന്നു. ശത്രു സൈന്യത്തെ അവർ തോൽപ്പിച്ച് തുന്നം പാടിച്ചു. അള്ളാഹു പറഞ്ഞു മുത്തുനബി തങ്ങളോട്, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. നബിയെ, യഥാർത്ഥത്തിൽ നിങ്ങളല്ല അമ്പെറിഞ്ഞതും, നിങ്ങളല്ല യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തതും, യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്ത് ഞാനാണ് നബി എന്ന്. അള്ളാഹുവിന്റെ സഹായം 5000-ഓളം മലക്കുകളെ തുടരായിട്ട് ബദറിന്റെ രണാങ്കണത്തിൽ അള്ളാഹു ഇറക്കി. ശത്രു സൈന്യത്തെ തുന്നം പാടിച്ച് പരിശുദ്ധ ബദർ വിജയിക്കുകയാണ്. അതിൽ 14 പേര് ശുഹദാക്കളായി. ശത്രു സൈന്യത്തെ 70 പേര് അള്ളാഹു കൊന്നൊടുക്കി. സഹോദരങ്ങളെ, ബദർ യഥാർത്ഥത്തിൽ ദൈവികമാണ്. പടച്ച തമ്പുരാന്റെ വ്യക്തമായ തീരുമാനമാണ് ബദർ. ബദറിന്റെ രണാങ്കണത്തിൽ സ്വഹാബത്തിനോടും അള്ളാന്റെ റസൂലിനോടും അള്ളാഹു പറഞ്ഞത്, ഫസ്ബുത്തു, നിങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കണം, ഉറച്ചു നിൽക്കണം, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ഭയപ്പെടരുത്, പിന്തിരിഞ്ഞോടരുത്, ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നു, അവർക്ക് സമാധാനം കിട്ടി, വിജയിച്ചു ബദറിന്റെ രണാങ്കണം. ഒരുപാട് പാഠങ്ങൾ ബദറിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ കടമ ഇത്തരം പരിശുദ്ധമായ റമളാനിൽ ഓരോ ദിവസങ്ങളും നമുക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ ബദറിൽ അവരെ ഓർക്കുക, അവരെ മൗലിദുകൾ പാരായണം ചെയ്യുക, അവരെ അസ്മാവുകൾ പാരായണം ചെയ്യുക, തവസ്സുൽ ബൈത്ത് ചൊല്ലുക, അവരുടെ പേരിൽ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്യുക. ബദരീങ്ങളാണ് നമ്മുടെ എല്ലാ വിജയത്തിനും കാരണം. അവരെ അള്ളാഹുവിൻ്റെ മുന്നിൽ, പടച്ചവന്റെ മുന്നിൽ ഒരു വലിയ സ്ഥാനം കൊടുത്ത് അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അവരെ നമ്മളും ബഹുമാനിക്കുക, സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരെ തവസ്സുലാക്കി നമ്മളും ദുആ ചെയ്യുക. അള്ളാഹു ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് നമുക്കെല്ലാ നന്മകളും അള്ളാഹു ചൊരിയുമാറാവട്ടെ. ഇരുലോക വിജയങ്ങളും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ലോകത്ത് മുഴുവനും നടമാടിക്കൊണ്ടിരിക്കുന്ന, മുസ്ലിമീങ്ങൾക്കെതിരെ നടമാടിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, ഹോളിയുടെ പേരിൽ പള്ളികൾ വളരെ മോശമായിട്ട് ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വൃത്തികെട്ട നീചമായ സ്വഭാവങ്ങൾ, അതുപോലെ ഫലസ്തീൻ്റെ മണ്ണിൽ ഇന്നും നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ക്രൂരമായ ഇടപെടലുകൾ, ഇവിടെയെല്ലാം ബദറിൻ്റെ മുന്നിൽ നമുക്കൊരു പാഠമുണ്ട്. ബദരീങ്ങളെപ്പോലെ ഉറച്ചു നിന്ന് ശക്തമായ ഈമാനോടെ, തഖ്വയോടെ, ഈമാനോടെ നമ്മൾ ജീവിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം തരും. അള്ളാഹു എല്ലാ ലോകത്തുള്ള മുഴുവൻ സമുദായങ്ങളെയും, മുസ്ലിം സമുദായങ്ങളെയും, പ്രിയപ്പെട്ട ഇതര സഹോദരങ്ങളുടെ സമുദായങ്ങളിൽ യോജിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ നന്മകളും ചൊരിയട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.